ടു മൈ ചാനലോ. ഇപ്പോൾ അവളതെല്ലാം കൂടെ താഴെ ഇട്ടേ. ഇതെന്താണെന്നറിയോ ഗൈസ്, നമ്മുടെ അമ്മിണി പശുവിന് വെച്ച പുല്ലല്ല, ഇതാണ് നമ്മുടെ പലക്ക്. ഇന്ന് നമ്മുടെ പള്ളയിൽ പോകുന്നത് അവനാണ്. അപ്പോൾ കുറേ ദിവസം കൊണ്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പള്ളയിൽ ഇരിക്കുവാണ്. എന്നാൽ പിന്നെ ഇന്ന് നമ്മുടെ പള്ളയിലോട്ട് പോയിട്ട് അതിന് വേണ്ടി നമുക്ക് സവാള, തക്കാളി, പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞു നമ്മുടെ പാത്രത്തിലോട്ട് അങ്ങ് ഡംപ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയിലെ അവനെയും കൂടെ ചതച്ച് വാരി അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ അമ്മിണി പശുവിൻ്റെ പുല്ല് അതെല്ലാം കൂടെ ചെറുപറ എന്നങ്ങോട്ട് അരിഞ്ഞിട്ട് അതും ആ പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ തരം എന്താണെന്നറിയോ, നമ്മുടെ ബംഗാൾ പരിപ്പ് അവനെയും കൂടെ കഴിയുവാരിയെല്ലാം അങ്ങ് ഇട്ട് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കിഴങ്ങും കൂടെ ആവശ്യമാണ്. അതെൻ്റെ കയ്യിലില്ല, സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഉപ്പ്, മുളക് പൊടിയും മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിലും കൂടെ അടച്ചങ്ങ് ഷൂ വെക്കട്ടെ. അവൻ 2-3 ഷൂസ് അടിക്കുമ്പോഴത്തേക്കും നമുക്ക് കടുവറ നമ്മുടെ ബംഗാൾ പരിപ്പിന് അതേ സാധനങ്ങൾ ഇട്ടാൽ കടുവറുത്തം ഒഴിക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ എന്ത് തിന്നും? ചപ്പാത്തി. ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്ലാൻ വരയ്ക്കുകയല്ല, അത് നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വ്യക്തമായി പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഒരു അടി ഇടും. അതുകൊണ്ട് നമുക്കത് ശരിയാക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ചപ്പാത്തി പരത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ചുട്ട് പൊള്ളിച്ചങ്ങ് എടുക്കുക. അത് ചപ്പാത്തി പാത്രത്തിലൂടെ ഇടുക, നമ്മുടെ കറി അങ്ങോട്ട് വിളമ്പുക. അപ്പോൾ ഞാൻ കഴിക്കട്ടെ, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.